ഹായ് ഓൾ, കാലിലെ നീരും അതിൻ്റെ കാരണങ്ങളും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വ്യായാമവും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വരുന്ന നീരുമുണ്ട്, അല്ലാതെ ഈവനിങ് മാത്രം വരുന്ന നീരുമുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാം. ഈവനിങ് എഡിമ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് എഡിമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ പകൽ മുഴുവൻ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തതിന് ശേഷം കാലുകളിൽ കാണപ്പെടുന്ന നീർവീക്കമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അതായത് ശരീരത്തിലെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി മൂലം താഴ്ഭാഗത്തിലേക്ക് നമ്മുടെ കാലിൻ്റെ പാദത്തിലോട്ടൊക്കെ വന്ന് അടിയുന്ന ഒരു അവസ്ഥയാണിത്. രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഈ നീർവീക്കം കാണത്തില്ല. സാധാരണയായിട്ട് ഇത് കൂടുതലായിട്ട് കാണുന്നത് ഈ നിന്ന് ജോലി ചെയ്യുന്നവർ, നഴ്സുമാർ, അധ്യാപകർ, സെക്യൂരിറ്റി ജീവനക്കാർ, അങ്ങനെ കൂടുതൽ നിൽക്കേണ്ടി വരുന്നവർ, പിന്നെ വെരിക്കോസ് വെയിനിലുള്ളവർ, കാഫ് മസിലിൻ്റെ പമ്പിങ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോഴത്തേക്കും, പിന്നെ ഉപ്പിൻ്റെ അമിത ഉപയോഗം, ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള എഡിമ കാണാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ പരിക്ക് മൂലമുള്ള സ്വെല്ലിംഗ് ഉണ്ടാകാം. അതായത് നമുക്ക് ഈ വീഴ്ചയോ അടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രോമ കാരണം ആ ഭാഗത്തെ കോശങ്ങൾക്കും ബ്ലഡ് വെസൽസിനും സംഭവിക്കുന്ന പരിക്ക് മൂലം ഇങ്ങനെ നീരുണ്ടാകാം. എന്നാൽ പെർമനൻ്റ് ആയിട്ടുള്ള എഡിമ, അതായത് രാവിലെയും വൈകുന്നേരം ഒരുപോലെ നിലനിൽക്കുന്നതാണ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ കാണപ്പെടുന്ന നീർവീക്കമാണിത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവയവങ്ങളുടെ പ്രവർത്തനം, അതായത് ഹാർട്ട്, കിഡ്നി അല്ലെങ്കിൽ ലിവർ, ഇവയുടെ പ്രവർത്തനക്ഷമത കുറയുമ്പോഴാണ് ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പുറന്തള്ളപ്പെടാതെ നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരെണ്ണം ലിംഫെഡിമ എന്ന് പറയുന്നതാണ്. അതായത് ശരീരത്തിലെ ലിംഫ് ദ്രാവങ്ങൾ സഞ്ചരിക്കുന്ന വെസൽസിൽ തടസ്സം ഉണ്ടാകുമ്പോൾ. മൂന്നാമതൊരു കാരണം എന്ന് പറയുന്നത് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസിയാണ്. നമ്മൾ എത്രയും വേഗം ഡോക്ടറുടെ സഹായം തേടേണ്ട ചില ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പിറ്റിംഗ് എഡിമ എന്ന് പറയുന്നത്. നമ്മളിത് ഈ പിക്ചറിൽ കാണുന്ന പോലെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും, അതായത് ഈ നീരിൽ തൊട്ട് നോക്കുമ്പോൾ കുഴി വീഴുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അമർത്തുമ്പോൾ കുഴി വീഴുന്നുണ്ടെങ്കിൽ അത് ഉള്ളിലെ ഏതെങ്കിലും അവയവത്തിൻ്റെ പ്രശ്നമാകാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാലിൽ മാത്രം പെട്ടെന്ന് വീക്കവും വേദനയൊക്കെ ഉണ്ടാകുന്നതും DVT പോലുള്ള ചില കാരണങ്ങളാകാം. ചില സന്ദർഭങ്ങളിൽ പുതിയ മരുന്നെടുത്തതിൻ്റെ ഭാഗമാകാം. എത്രയും വേഗം ഡോക്ടറെ കാണിച്ച് അതിന് പരിഹാരം തേടേണ്ടതാണ്. ഇനി നമുക്ക് ഈ താൽക്കാലികമായിട്ടുണ്ടാകുന്ന സ്വെല്ലിംഗ് ആണെങ്കിൽ അതിനെ പരിഹരിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഒന്നാമത്തെ റൈസ്, അതായത് റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലിവേഷൻ. കംപ്രഷൻ സ്റ്റോക്കിംഗ് ഒക്കെ ധരിക്കുമ്പോഴത്തേക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ധരിക്കുക. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യായാമമാണ്. നമ്മൾ കാഫ് മസിൽസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്നാമത്തെ വ്യായാമം ഹീൽ റൈസസ് ആണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ കാൽപാദം തറയിൽ ഇങ്ങനെ വെക്കുക, സാവധാനം ഉപ്പൂറ്റി തറയിൽ നിന്ന് ഉയർത്തുക. കാൽ വിരലുകളിലായിരിക്കും നമ്മളുടെ ശരീരഭാരം ഇപ്പോൾ ഉള്ളത്. ഒരു 2 to 3 സെക്കൻഡ്സ് ആ നിലയിൽ നിന്ന ശേഷം പതുക്കെ താഴേക്ക് വെക്കുക. 15 to 20 ടൈംസിൻ്റെ 3 സെറ്റ്സ് ചെയ്യാം. നെക്സ്റ്റ് ആംഗിൾ പമ്പ്സ് ആണ്. ഇത് നമുക്ക് ഇരുന്നുകൊണ്ടും ചെയ്യാവുന്നതാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കാല് വെക്കുക, അതിനുശേഷം കാൽവിരലുകൾ ശരീരത്തിന് നേരെ, അതായത് മുകളിലേക്ക് പരമാവധി വലിക്കുക, തുടർന്ന് വിരലുകൾ താഴേക്ക് പരമാവധി തള്ളുക.